ഹലോ മക്കളെ, അപ്പോൾ നമ്മൾ SSLC കുട്ടികൾക്ക് എല്ലാവർക്കും ഇപ്പം മോഡൽ എക്സാമിൻ്റെ ഇനി എത്ര ദിവസമുണ്ട്? ഇനി ഒരു 7 ദിവസം കൂടിയുള്ളൂ അല്ലേ? 27th നമ്മുടെ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇതിൽ കുറേ പേരെങ്കിലും കുറച്ച് പേര് പഠിച്ചിട്ടുണ്ടാവും, കുറച്ച് പേര് പകുതിയെ പഠിച്ചിട്ടുണ്ടാവുള്ളൂ, കുറച്ച് പേര് ഇനി ഒന്നും പഠിച്ചിട്ടില്ല. ഇനി എന്താക്കും മിസ്? ഇനി ഞങ്ങൾ പഠിച്ചു തുടങ്ങിയത് ഇപ്പോഴായിരിക്കും. മോഡൽ എക്സാമിന് ഇനി ഒരാഴ്ച കൂടിയുള്ളൂ. ഇനി പഠിച്ചു തുടങ്ങിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഞങ്ങളെ കൊണ്ട് പറ്റുമോ? ഞങ്ങൾക്ക് ഫുൾ A+ വാങ്ങിക്കാൻ പറ്റുമോ? ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് നിങ്ങളുടെ തലയിൽ കൂടി പോകുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മളെപ്പോഴും പറയില്ല, നമ്മൾ എന്ത് തെറ്റ് പറ്റി കഴിഞ്ഞാൽ ഒരു ലാസ്റ്റ് ചാൻസ് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ എക്സാമിന് ഒരു ലാസ്റ്റ് ചാൻസ് തരികയാണ്. നിങ്ങളുടെ SSLC എക്സാമിന് നിങ്ങൾക്ക് ഫുൾ A+ വാങ്ങിക്കാൻ. ഈ ഒരു ചാൻസ് കൂടി മിസ്സായി കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ മിസ്സിന് ഡൗട്ട് ഉണ്ട്. കാരണം ഇനിയും നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ A+ കിട്ടും. ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഫുൾ A+ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ പിന്നെ കുറച്ച് പഠിച്ചവരും ഫുള്ള് പഠിച്ചവരുടെ ആൾക്കാരുടെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ, ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഫുൾ A+ വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചാൻസ് ആണ് മക്കളെ. ഇന്ന് വൈകുന്നേരം 7:30 നമ്മളുടെ മോഡൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള 7 day ചാലഞ്ചിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡി പ്ലാൻ റിവീലാണ്. ഓക്കെ, അപ്പം ഈ ഒരു 7 days കൊണ്ട് നമുക്ക് എങ്ങനെ നമ്മൾക്ക് ഫുൾ A+ നമ്മളുടെ SSLC എക്സാമിന് വാങ്ങിക്കാൻ പറ്റും, ആ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മളുടെ ഇന്നത്തെ ലൈവിൽ എത്ര മണിക്കാണ്? നമ്മളുടെ 7:30 നടക്കാൻ പോകുന്ന ലൈവിൽ, സൺഡേ 7:30 ഇന്ന് രാത്രി 7:30 നടക്കാൻ പോകുന്ന ഈവൻറ്റിൽ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും ഇന്ന് വരിക. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലേ, നമ്മളെല്ലാവർക്കും 10ാം ക്ലാസ് പഠിക്കുമ്പോൾ നമ്മളുടെ ആഗ്രഹമാണ്. അപ്പോൾ ഇനി നിങ്ങൾ ഇപ്പോൾ ഇതുവരെ പോയി മിസ് ഇനി പറ്റില്ല എന്നുള്ള ആലോചിച്ചാണ് സങ്കടപ്പെട്ട് ഡൗൺ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, നമ്മുടെ എക്സാമിനർ നിങ്ങൾ ഓരോ ദിവസവും പുതിയ പുതിയ ഓപ്ഷൻസ് അല്ലെങ്കിൽ ചോയ്സ് തന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദിസ് ഇസ് ആ ലാസ്റ്റ് ചാൻസ്. ഓക്കെ, ലാസ്റ്റ് ചാൻസ് ആണ് നമ്മളുടെ കുട്ടികൾക്ക് ഫുൾ A+ വാങ്ങിക്കാനുള്ളത്. അപ്പോൾ എൻ്റെ മക്കൾ ആരും തന്നെ ഈ ചാൻസ് മിസ് ചെയ്യരുത്. കാരണം ഇതെന്താണ്, 7 days അല്ലേ, പറയുകയാണെങ്കിൽ ഒരു 1 week ഉള്ളൂ. ഈ ഒരു 1 week കൊണ്ട് ഫുൾ A+ വാങ്ങിക്കാൻ പറ്റുന്നൊരു കാര്യം ഉണ്ടെങ്കിൽ എന്തിനാ വെറുതെ മിസ് ചെയ്യുന്നത് അല്ലേ? നമ്മളെ കൊണ്ട് പറ്റുന്നൊരു കാര്യം, നമ്മളെ കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കാര്യം ഇന്നത്തെ ഈ ലൈവ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. ഓക്കെ, കാരണം അത്രയ്ക്കും ഭീകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ലൈവിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ 7 days. ഓക്കെ, നമ്മളുടെ 7 days കൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, ഈ 7 days ചാലഞ്ച് കൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഫുൾ A+ലേക്ക് എത്താൻ പോകുന്നത്, ഈ കാര്യങ്ങളെല്ലാം ഇന്നത്തെ ലൈവ് ഇവൻറ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും തന്നെ കറക്റ്റ് 7:30 ഇന്ന് വൈകുന്നേരം വരണം. ഓക്കെ, ആൻഡ് നിങ്ങൾ ഒരാൾ മാത്രമാണോ വരിക? അല്ലേ, നിങ്ങളെല്ലാവരും നല്ല ഫ്രണ്ട്ഷിപ്പിനൊക്കെ വാല്യൂ ചെയ്യുന്ന, ഫ്രണ്ട്സിനൊക്കെ സ്നേഹിക്കുന്ന കുട്ടികളല്ലേ. അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും ഫ്രണ്ട്സിനൊക്കെ കൂട്ടി വരിക. ആൻഡ് വേറൊരു കാര്യം കൂടി ഉള്ളത്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി ഗിവ് അവേ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഗിവ് അവേയിൽ കിട്ടുന്നത് എന്താണ്? നിങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ടീഷർട്ടാണ്, നമ്മളുടെ എക്സാമിനറിൻ്റെ ടീഷർട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? കുഞ്ഞു കാര്യങ്ങൾ ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇന്ന് വൈകുന്നേരം 7:30 നടക്കാൻ പോകുന്ന ലൈവിൻ്റെ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ തംബ്നെയിലൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് നമ്മളെല്ലാവരും ഇങ്ങനെ നിൽക്കുന്ന ഒരു തംബ്നെയിലും സംഭവങ്ങളൊക്കെ കാണാം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവരും അതങ്ങോട്ട് ലൈക്ക് ചെയ്യാം. ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലാണ് നമ്മളുടെ ഇന്നത്തെ ലൈവിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഓൺ ആക്കി വെച്ചോ, നിങ്ങളെ യൂട്യൂബ് ഓർമ്മിപ്പിച്ചോളൂ. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്തു എന്നുള്ള കാര്യം ഒരു സ്ക്രീൻഷോട്ട് എടുക്കാം. സോ സിമ്പിൾ അല്ലേ? 2 ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് കിട്ടി. ഇനി അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഒരു ലിങ്ക് നിങ്ങൾ കോപ്പി ചെയ്യുക. ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കോപ്പി ലിങ്ക് കൊടുക്കുക. എന്നിട്ട് നമ്മളുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ, നമ്മളുടെ ഫാമിലി ഗ്രൂപ്പോ നമ്മളുടെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പോ അല്ല, നിങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പിൽ നിങ്ങൾ അങ്ങോട്ട് ഷെയർ ചെയ്യുക. അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. ഓക്കെ, എന്നിട്ട് കഴിഞ്ഞു. മൂന്നാമതായിട്ട് നിങ്ങളുടെ വാട്സാപ്പിൽ സ്റ്റേറ്റസ് ആക്കി വെക്കുക. അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ 3 സ്ക്രീൻഷോട്ടുകളുണ്ട്. നമ്മളുടെ ഈ ലൈവ് ലൈക്ക് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് ആൻഡ് ഈ ലൈവിൻ്റെ ലിങ്ക് നിങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിലും അതുപോലെ സ്റ്റേറ്റസ് ആക്കിയും വെച്ചതിൻ്റെ സ്ക്രീൻഷോട്ട്. അപ്പോൾ ഈ 3 സ്ക്രീൻഷോട്ട്സ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വേറൊരു ലിങ്ക് കാണാം, ഒരു ഗൂഗിൾ ഫോമിൻ്റെ ലിങ്കാണ്. ആ ഗൂഗിൾ ഫോമിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 3 സ്ക്രീൻഷോട്ട്സും അപ്ലോഡ് ചെയ്യാം.
ഓക്കെ. ആൻഡ് അപ്പോൾ അതിൽ കുറേ പേരുണ്ടാവും അല്ലേ, കുറേ പേരുണ്ടാവും. പക്ഷെ അതിൽ ഏറ്റവും ഭാഗ്യവാന്മാരായ 10 പേർക്ക് നമ്മളുടെ എക്സാം വിന്നറിൻ്റെ ടീഷർട്ട് കിട്ടുന്നതായിരിക്കും. ആൻഡ് വിന്നേഴ്സിനൊന്ന് അനൗൺസ് ചെയ്യാൻ കൂടുതൽ നേരം ഒന്നും എടുക്കില്ല. ഇന്നത്തെ ഈ ഒരു ഈവെൻറ്റിൽ, നമ്മളുടെ ഈ ഒരു ഈവെൻറ്റിൽ തന്നെ നമ്മളുടെ 10 ലക്കി വിന്നേഴ്സിനെ നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരും വരണം. ഒരു കാര്യം, നമ്മളുടെ 7 days ചാലഞ്ച് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടും ഫുൾ A+ വാങ്ങിക്കാനും, രണ്ടാമതായിട്ട് പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് വേഗം തന്നെ ഈ ഗൂഗിൾ ഫോമിൽ ആ 3 സ്ക്രീൻഷോട്ട്സ് അപ്ലോഡ് ചെയ്യുക. ചിലപ്പോൾ നമ്മളുടെ എക്സാമിന് ടീഷർട്ട് കിട്ടാൻ പോകുന്ന ആൾ നിങ്ങളായിരിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്ന് കാണാം. വൈകുന്നേരം 7:30 മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, എല്ലാവരെയും കൂട്ടിയിട്ട് വരിക. ആൻഡ് ടീഷർട്ട് കിട്ടാനുള്ള കാര്യങ്ങൾ മറക്കണ്ട. ഓക്കെ. 3 സ്ക്രീൻഷോട്ട്സ്, ഒന്ന് നമ്മൾ ലൈക്ക് ചെയ്തത്, ഒന്ന് നിങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ, നിങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തത്, നിങ്ങൾ സ്റ്റേറ്റസ് ആക്കി വെച്ചത്, ഗൂഗിൾ ഫോമിൽ അപ്ലോഡ് ചെയ്യുക. പടി കഴിഞ്ഞു. ഓക്കെ.